കേരളത്തിന്റെ കടത്തെക്കുറിച്ച്, നമ്മുടെ ധനസ്ഥിതിയെക്കുറിച്ച്, നാടിന്റെ ഖജനാവിനെ കുറിച്ച് നിരന്തരമായി വാർത്തകൾ വരികയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് പോലും അറിയാതെ ജനം വട്ടം കറങ്ങുകയാണ്. CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പോലും കടുത്ത വിമർശനം നേരിട്ടത് ധനവകുപ്പാണ്. CPIM ഭരിക്കുന്ന വകുപ്പുകൾക്കല്ലാതെ മറ്റൊരു വകുപ്പിനും പണം കിട്ടുന്നില്ലെന്ന് വരെ കടത്തിപ്പറഞ്ഞ നിമിഷങ്ങളുണ്ടായി. ഖജനാവിൽ എന്തുണ്ടെന്നറിഞ്ഞിട്ട് പൊതുജനത്തിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ പൊതുജനങ്ങൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. എത്രയാണ് കടം, ഏതൊക്കെ പദ്ധതികൾക്കാണ് പണം ചെലവഴിക്കുന്നത്, പൊതുജനങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നു, സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൂടിയോ കുറഞ്ഞോ, ഈ വർഷം ഇനി എന്തൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സത്യസന്ധമായ കണക്കുകൾ സ്പോട്ട്ലൈറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഖജനാവിൽ എന്തുണ്ട്, നമുക്കെന്ത് കിട്ടും? ആദ്യം ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു തുടങ്ങാം. കേരളം കടമെടുക്കുന്നെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൽ നിന്നല്ല. കേന്ദ്ര സർക്കാർ സാങ്കേതികമായി അനുമതി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവിപണിയിൽ നിന്നാണ് കടമെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ GSDPയുടെ എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപാദനത്തിന്റെ 3% വരെയാണ് കടമെടുക്കാൻ അനുമതിയുള്ളത്. ആ കണക്കിന് ഈ വർഷം 45,042 കോടി 52 ലക്ഷം രൂപയ്ക്ക് കടമെടുക്കാൻ നമുക്ക് കഴിയും. ഇതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിലാണ് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക അനുമതി വേണ്ടത്. കേന്ദ്രവുമായി സംസ്ഥാനത്തിന്റെ തർക്കം ഈ ആകെ തുകയിലല്ല. കിഫ്ബിക്ക് ലഭിക്കുന്ന കടവും സാമൂഹ്യക്ഷേമ പെൻഷനുള്ള വായ്പയും എല്ലാം മൊത്തം കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിലാണ് തർക്കം. അപ്പോ ആരാണ് കടം തരുന്നത്? അത് റിസർവ് ബാങ്ക് അനുമതിയോടെ പൊതുവിപണിയിൽ നിന്നും എടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കടപ്പത്രം ഇറക്കുന്നു. ബാങ്കുകളാണ് അവ പ്രധാനമായും വാങ്ങുന്നത്. 10 മാസത്തേക്ക് മുതൽ 10 വർഷത്തേക്ക് വരെ വിവിധ ആവശ്യങ്ങൾക്ക് ഇറക്കുന്ന കടപ്പത്രങ്ങളുണ്ട്. അതിന് നൽകുന്ന പലിശയാണ് നമ്മുടെ കണക്കുകളിൽ പ്രതിഫലിക്കുന്നത്. വായ്പ കേന്ദ്രത്തിൽ നിന്നല്ല, പൊതുവിപണിയിൽ നിന്നാണ്. അത് നമ്മുടെ അവകാശവുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളം ഈ വർഷം എത്ര രൂപ കടമെടുത്തു? ഇതാ 2 ആഴ്ച മുൻപ് വരെ, അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 31 വരെ നമ്മുടെ സംസ്ഥാനം 26,974 കോടി 13 ലക്ഷം രൂപ കടമെടുത്തു. അതായത് ഈ വർഷം നമുക്കെടുക്കാൻ കഴിയുന്ന കടം 45,042 കോടി 54 ലക്ഷം രൂപയാണെന്ന് കണ്ടു കഴിഞ്ഞതാണ്. അതിന്റെ 59.89% കേരളം കടമെടുത്തു. ആദ്യ 5 മാസം കൊണ്ട് തന്നെ 60% തൊട്ടടുത്തെത്തുകയും ചെയ്തു. അപ്പോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളോ? വലിയ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും 1 ലക്ഷം കോടിക്കടുത്ത് കടമെടുക്കാനുള്ള അനുവാദമുണ്ട്. കർണാടകയ്ക്ക് 96,428 കോടിയും തമിഴ്നാടിന് 1,06,963 കോടിയും. കേരളത്തിന് അനുവാദമുള്ളതിന്റെ 100%-ലധികം ഈ 2 സംസ്ഥാനങ്ങൾക്കും കടമെടുക്കാം. കേരളം 26,000 കോടിയാണ് ഇതുവരെ കടമെടുത്തത് എങ്കിൽ തമിഴ്നാട് 30,000 കോടി പിന്നിട്ടു. പക്ഷേ തമിഴ്നാടിന് ഇപ്പോഴും അനുവാദമുള്ളതിന്റെ 29% മാത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് കേരളത്തിന്റെ കടത്തിന്റെ കാര്യത്തിലുള്ള പരിമിതി. നമുക്ക് ജനസംഖ്യ കുറവാണ്, ഉൽപാദനത്തിലെ കുറവുമുണ്ട്. ചെറിയ സംസ്ഥാനമാണ് എന്നതിനാലുള്ള പരാധീനതകൾ വേറെയുമുണ്ട്. സംസ്ഥാനം കടമെടുത്തിട്ടുണ്ട്, അത് കേന്ദ്രത്തിൽ നിന്നല്ല, പൊതുവിപണിയിൽ നിന്നാണ്. കടമെടുപ്പ് പരിധിയിൽ ഇനി ശേഷിക്കുന്നത് 40% തുക മാത്രവുമാണ്. അപ്പോ കേരളത്തിന് വരുമാനം എങ്ങനെ? ഓണം വന്നത് സെപ്റ്റംബറിലാണെങ്കിലും ഓണത്തിന്റെ കച്ചവടത്തിലേറെ നടന്നത് ഓഗസ്റ്റിലാണ്. ഓണം സെപ്റ്റംബർ തുടക്കത്തിലായിരുന്നു എന്നതായിരുന്നു അതിന് കാരണം. ഓഗസ്റ്റിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വളരെ കൃത്യമായി പറയാം, 9,592 കോടി 36 ലക്ഷം രൂപ. ആ തുക ജൂലൈയിൽ നമുക്ക് ലഭിച്ചതിനേക്കാൾ കുറവാണ്. ജൂലൈയിൽ നികുതി വരുമാനം 10,012 കോടി 13 ലക്ഷം രൂപയായിരുന്നു. ഓണത്തിന്റെ കച്ചവടം നടക്കേണ്ട മാസത്തിൽ 500 കോടി രൂപയോളം കുറയുകയാണ് ഉണ്ടായത്. അതൊരു വലിയ പ്രതിസന്ധിയുടെ ലക്ഷണം കൂടിയാണ്. കാരണം നമ്മൾ പൊതുജനങ്ങളുടെ കയ്യിൽ വിപണിയിലേക്ക് ഇറക്കാൻ പണമില്ല എന്നതിന്റെ വലിയ സൂചനയാണ്. ഓണം പോലെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കേണ്ട സമയത്ത് പോലും കയ്യയച്ച് പണമിറക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ വർഷത്തെ മൊത്തം കച്ചവടത്തിൽ 4,000 കോടി രൂപ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല. 1,20,000 കോടി നികുതി വരുമാനം പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഇതുവരെ 35% മാത്രമേ വരുമാനം ഉണ്ടായിട്ടുള്ളൂ. കടമെടുക്കാവുന്ന പരിധിയിൽ 60% നമ്മൾ പിന്നിട്ടു എന്നും കണ്ടു കഴിഞ്ഞതാണ്. ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കേരളത്തിന്റെ സവിശേഷമായ എന്തെങ്കിലും തകരാറ് കൊണ്ടാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ 2.25 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം ലക്ഷ്യമിട്ട ബജറ്റാണ്.
ഇതുവരെ ലഭിച്ചത് 3.25 ലക്ഷം കോടി രൂപ മാത്രമാണ്. അതായത് ലക്ഷ്യമിട്ടതിന്റെ 26% മാത്രമേ ആയിട്ടുള്ളൂ. കർണാടകയിലേക്ക് പോയാൽ 2.5 ലക്ഷം കോടി ലക്ഷ്യമിട്ടതിൽ 94,000 കോടി ലഭിച്ചു. കേരളത്തെ പോലെ തന്നെ 35% പരിസരത്താണ്. നികുതി വരുമാനം കൂടാത്തത് കേരളത്തിൽ മാത്രമല്ല എന്നാണ് ഓരോ സംസ്ഥാനത്തിന്റെയും കണക്കുകൾ കാണിക്കുന്നത്. സർക്കാർ ചെലവഴിക്കുന്ന തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് വരുന്നത്. ശമ്പളവും പെൻഷനും കൊടുക്കുന്ന തുക എത്ര കൂടുതലായാലും അത് അതുപോലെ വിപണിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 10% താഴെ മാത്രമേ സേവിങ്സ് ആയി പോകുന്നുള്ളൂ. ശമ്പളവും പെൻഷനുമായി 32,000 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. അതിൽ 25,000 കോടി രൂപയെങ്കിലും വിപണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ആ തുകയാണ് ഈ പെട്രോൾ അടിക്കാനും ഓട്ടോയും ടാക്സിയും ഒക്കെ വിളിക്കാനും ബസ്സിന് കൊടുക്കാനും കൂലിപ്പണിക്കാർക്ക് നൽകാനും പാലും മുട്ടയും പച്ചക്കറിയും പലചരക്കും ഒക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്നത്. ഇതിനപ്പുറമുള്ള ചിലവുണ്ട്. അതാണ് മൂലധന ചിലവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ ചെലവഴിക്കുന്ന തുക. ഈ വർഷം 15,938 കോടി നീക്കിവച്ചതിൽ 6,576 കോടിയും ചെലവഴിച്ചു കഴിഞ്ഞു. ഏകദേശം 38%. അതുപോലെ കടമെടുപ്പിന്റെ കാര്യത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ആനുപാതികമായി കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിന് കാരണം നമുക്ക് കടമെടുപ്പ് പരിധി തീരെ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ രാജ്യമെങ്ങും ഒരു മാന്ദ്യം നിലവിലുണ്ട്. ആ മാന്ദ്യം കേരളത്തിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഓരോ സംസ്ഥാനത്തിന്റെയും കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേന്ദ്രം സംസ്ഥാനത്തിന് തരേണ്ട ഗ്രാന്റ് ഉണ്ട്. അത് 13,000 കോടി രൂപ വരും. അതിൽ 12% അഥവാ 1,697 കോടി മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.